അപ്പോൾ ഇന്ന് നമുക്ക് കാപ്പിപ്പൊടി ഇല്ലാതെ ഒരു കാപ്പി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് കഞ്ഞിക്കൂർക്കൽ, അതായത് പനിക്കൂർക്കല്ലേ, അത് വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അത് കുറച്ച് നുള്ളി എടുക്കുക, അതിൻ്റെ ഇല. പിന്നെ അതുപോലെ കിയാർ നെല്ലിൻ്റെ ഇല നുള്ളി എടുക്കുക. ഇനി ഇതിലേക്ക് ഈ തുളസിയില അതും കുറച്ചെടുക്കുക, ആവശ്യത്തിന് കുറച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് കരിനച്ചീല എടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് കഴുകിയെടുക്കണം. നന്നായിട്ടൊന്ന് കേടുള്ളതൊക്കെ നോക്കണം, എന്തെങ്കിലും പുഴുക്കളോ കേടൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ഓരോ ഇലയായിട്ട് ഇങ്ങനെ എടുത്തത് ജലദോഷത്തിന്, അങ്ങനെയുള്ള പനിക്ക്, തലവേദന, ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ. എന്താണ് കുരയൊക്കെ ഉണ്ടായിട്ട്, ചുമയൊക്കെ ഉണ്ടായിട്ട് മാറാത്ത ആൾക്കാരുണ്ടാവില്ലേ, അവർക്കും ഇത് കഴിച്ചാൽ ഒരു 2-3 ദിവസം അടിയിച്ച് കഴിച്ചാൽ ചുമക്കൊക്കെ നല്ല മാറ്റം കിട്ടും കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുക. എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചത്തു പോയിക്കോട്ടെ, കഴുകുമ്പോൾ അതിൽ പോവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഉണ്ടോ, അതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇത് ഈ കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരിച്ചെടുത്ത് അരിപ്പയിൽ നമുക്ക് നല്ലോണം ഒന്ന് അരിച്ചെടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഈ മഴക്കാലത്തും ഏത് കുട്ടികൾക്ക് വരെ കൊടുക്കണമാണല്ലോ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല. അപ്പോൾ നമുക്കും ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ കഴിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു തുള്ളി കാപ്പിപ്പൊടി ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് തീപ്പല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചിപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ. പച്ചമല്ലി പൊടിച്ചതും കൂടി, അതിൻ്റെ മിക്സാണത്, അതും കൂടി ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഇളക്കി ഇതൊന്ന് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെക്കാം. ഇപ്പോൾ അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കണം. ഇപ്പം എല്ലാം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത്, അതായത് ഒരു തുള്ളി കാപ്പിപ്പൊടി ഞാൻ ഇതിൽ ഇട്ടില്ല കേട്ടോ. എന്നിട്ട് ഇത് നല്ല കാപ്പിയുടെ മോഡൽ തന്നെ കണ്ടില്ലേ, നല്ല അടിപൊളി കാപ്പി. ഇത് കുടിച്ചാൽ തലവേദന, പനി, ചുമ, വയറിൻ്റെ ഉള്ളിലുള്ള അസുഖങ്ങൾ, ഇതൊക്കെ ശമിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ മഴക്കാലത്ത് ഇതൊന്ന് കുടിച്ച് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.